everyone, welcome to Premos Cook House. Premos Cook House-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കലാക്കന്താണ്. ഇൻസ്റ്റന്റ് ആയിട്ട് കലാക്കണ്ട് അല്ലെങ്കിൽ ബർഫി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതുപോലെ തന്നെ ദിവാലി ഒക്കെ വരികയാണ്. എൻ്റെ വീഡിയോസ് ദിവാലിക്ക് മുമ്പാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ദിവാലി ആശംസകൾ. അതുപോലെ ഈ ഇടയ്ക്കായിട്ട് എൻ്റെ വീഡിയോസ് ഒക്കെ വരാൻ കുറച്ച് ഗ്യാപ്പ് ആവുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നാട്ടിലായതുകൊണ്ട് എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് കലാക്കന്ദ് അല്ലെങ്കിൽ ബർഫി ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം പനീർ. അത് ഞാനൊന്ന് ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ പൊടിച്ച് വെച്ചേക്കുക. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഏലക്ക പൊടിച്ചത്. അതുപോലെ തന്നെ 1 ടിൻ മിൽക്ക് മെയ്ഡ്. 400 ഗ്രാമിൻ്റെ 1 ടിൻ ഫുൾ വേണം നമുക്ക് 250 ഗ്രാമിന്. അതുപോലെ പിന്നെ നമുക്ക് നട്ട്സ് വേണം. അത് ഞാൻ പറങ്ങാണ്ടി മുന്തിരിങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പിസ്തയോ ഏതൊക്കെ നിങ്ങൾക്ക് ഇടുന്ന ടേസ്റ്റ് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഇടാം നട്ട്സായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ താഴത്തെ ഞങ്ങളുടെ കിച്ചണിൽ എപ്പോഴും ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ മുകളിൽ തന്നെ ഒരു സെറ്റപ്പ് ചെയ്തു ഗ്യാസിൻ്റെ ചെറുതായിട്ട്. എന്നിട്ട് അവിടെ ചെയ്യുക കുക്കിങ്. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പനീർ 250 ഗ്രാം പനീർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിനകത്ത് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ഒത്തിരി ഫുൾ ഫ്ലെയിമിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ കണ്ടിന്യൂസ്ലി അതുപോലെ ഇളക്കണം, അല്ലെങ്കിൽ നമ്മുടെ കലാക്കന്ദ് ശരിയാവത്തില്ല. അതുപോലെ നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിച്ചു കൊടുക്കാം. പാൽപ്പൊടി. ഇനി നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒഴിച്ച മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നു. ഇനി അത് നല്ലവണ്ണം കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ കലാക്കന്ദ് റെഡിയാവും. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒഴിച്ച മിൽക്ക് മെയ്ഡൊക്കെ നമ്മുടെ ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒന്ന് കട്ടിയാവുന്നതിന് വരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ പനീറും മിൽക്ക് മെയ്ഡും നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് നല്ലവണ്ണം വറ്റി വഴണ്ട് വരുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാൻ പോവാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഏലക്കപ്പൊടി ചേർക്കുക. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കലാക്കന്ദ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം നല്ലവണ്ണം എല്ലാം മിൽക്ക് മെയ്ഡ് എല്ലാം വറ്റി ഒന്ന് ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. ആ പരുവത്തിന് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇതിടാം. ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ. നെയ്യ് പുരട്ടിയ പ്ലേറ്റിലേക്ക് ഞാൻ നമ്മുടെ കലാക്കന്ദ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തണുക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. തണുത്ത് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ കടയിൽ നിന്ന് കലാക്കന്തും ബർഫി ആയാലും മേടിക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പാടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.